ഡിയർ ഗേൾസ്, നിങ്ങൾക്കൊരു പവർഫുൾ വുമൺ ആവണോ? പക്ഷെ നമുക്കൊരു പവർഫുൾ വുമൺ ആവേണ്ട ആവശ്യമില്ല. കാരണം വി ആർ ഓൾറെഡി പവർഫുൾ. ചില കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഡ്രെയിൻ ആയതുകൊണ്ട് മാത്രം നമ്മുടെ പവർ ഒന്ന് ഹൈഡ് ആയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് എക്സ്പെൻസീവ് ക്രീംസ്, സെറംസ്, പെർഫ്യൂംസ്. അത് ആദ്യം മനസ്സിലാക്കുക. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഗ്ലോ നമ്മുടെ ശരീരത്തിനും ബോഡിക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിലൂടെയും എക്സസൈസ് പോലുള്ള കാര്യങ്ങളിലൂടെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ അഡീഷണൽ ആണ്. അത് നമ്മുടെ ചോയ്സ് ആണ് മേക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ആവശ്യമില്ലാത്ത ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യിപ്പിച്ച് നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ നമുക്ക് എത്രത്തോളം നല്ലതാണ്, ഈ കെമിക്കൽ കാര്യങ്ങൾ വാങ്ങി നമുക്ക് എന്തെല്ലാം ദോഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ അല്ല പോകേണ്ടത്. പെർമനന്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഹെൽത്തി ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുക. ഇമോഷണലി അധികം വീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വാലിഡേഷൻസും കാര്യങ്ങളും ഒന്നും തേടി പോവാതിരിക്കുക. അതിപ്പോൾ ഈവൻ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും കൊളീഗ്സ് ആയാലും ആരായാലും സാഹചര്യങ്ങൾ അനുസരിച്ച് ആര് വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാറാം. അപ്പം അതുകൊണ്ട് തന്നെ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഡ്രെയിൻ ആവാൻ ചാൻസ് ഉള്ള ഏരിയ തന്നെയാണ്. ബി കോൺഷ്യസ് അബൌട്ട് യുവർ റിലേഷൻഷിപ്സ്. ടൈമും എനർജിയും ഒക്കെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ഇമോഷണൽ ഡ്രാമ പോലുള്ള കാര്യങ്ങളിൽ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇന്നത്തെ മോഡേൺ വേൾഡിൽ ട്രൂ റിലേഷൻഷിപ്സ് ആർ റയർ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻ ഐഡന്റിറ്റി. അതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നന്നായിട്ട് വേണം. അത് മാത്രമല്ല നമ്മുടെ സ്കിൽസും പാഷനും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡും ആയിരിക്കണം. ഒന്നിൽ കൂടുതൽ ഇൻകം സോഴ്സസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.